ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കരക് ടീ ആണ്. ഇതിൻ്റെ കൂടെ ഒരു അവൽ മിക്സ്ചർ ഓയിൽ ഫ്രീ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇത് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു പ്രിപ്പറേഷനാണ്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഇതുപോലുള്ള മിക്സറൊക്കെ ആയിരുന്നു ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ എൻ്റെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് പകർന്നു തരാമെന്ന്. ആദ്യം നമുക്ക് കുറച്ച് വെളുത്ത അവലാണ് ഇതിനാവശ്യം. അത് ഒന്ന് മുരിപ്പിച്ചെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത്. അതിനുശേഷം ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് കത്രിക വെച്ച് ചെറുതാക്കി മുറിച്ച് വറുത്ത് കോരാവുന്നതാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. അതിന് മാത്രമാണ് കുറച്ച് റോസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്നത്. അത് ആ സെയിം പാനിൽ തന്നെ ആണ് ചെയ്യുന്നത്. ഒന്ന് മുരിഞ്ഞു വന്ന ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, അതായത് തൊണ്ടോട് കൂടിയാണ് ഞാൻ വെളുത്തുള്ളി കുത്തി ചതച്ചെടുത്തത്, അതുകൂടി നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരും. വെളുത്തുള്ളിയും കപ്പലണ്ടിയും കൂടി റോസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില, വറ്റൽമുളക് ഇതുകൂടി ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം മുരിപ്പിച്ചെടുക്കണം. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കപ്പലണ്ടി വെന്തോ എന്ന്. വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി തൂവി മുളക് പൊടിയും കുറച്ച് കായം പൊടിയും ചേർക്കാം. ഒരു 1/4 സ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കായം. അപ്പം അങ്ങനെ നമ്മുടെ കപ്പലണ്ടി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ മൊരിയിപ്പിച്ച് വെച്ചിരിക്കുന്ന അവലും പപ്പടവും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് ഇനി ഞാൻ ചെയ്യുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല മുരിമുരിയായിട്ട് വന്നിട്ടുണ്ട്. നാട്ടിലിപ്പോൾ മഴക്കാലമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. ഇനി നമുക്ക് കരക് ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ടീക്ക് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് ഫുൾ ഫാറ്റ് ക്രീം മിൽക്കാണ് ഒഴിച്ചത്. ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും 1 കഷ്ണം ഇഞ്ചിയും 2 ഏലക്കായുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും ഏലക്കായും ആ പാലിൽ കിടന്ന് തിളച്ച് ഒരു ഫ്ലേവേർഡ് മിൽക്ക് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഏലക്കായുടെ. ഒന്നത് തിളക്കാൻ അനുവദിക്കണം. ഇനി എൻ്റെ ഫേവറേറ്റ് ടീ ആയ ലീ ബ്രൂക്കാണ് ഞാൻ ഇടുന്നത്. ലീഫാണത്. 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഏകദേശം ഇതെല്ലാം കൂടി ഒരു 3 മിനിറ്റോളം കിടന്ന് തിളയ്ക്കണം. പഞ്ചസാര ആവശ്യത്തിന് ഇടാവുന്നതാണ്. അത് ചെറിയ തീയിലിട്ടിട്ട് അത് 3 മിനിറ്റാണ് തിളയ്ക്കാൻ അനുവദിക്കേണ്ടത്. ഇങ്ങനെ തിളച്ച് ഇതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ നമ്മുടെ കരക് ടീ റെഡിയായി കഴിഞ്ഞു. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെയാണ് ഇത് തിളച്ച് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തിളച്ചത്. ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ടീ റൈസ് ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇതെനിക്ക് പറഞ്ഞു തന്നത് റാസൽ കൈമേലുള്ള ഒരു അങ്കിളാണ്. ഞാനിപ്പോൾ പുള്ളീനെ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ ചൂടോടുകൂടി തന്നെ നമുക്ക് കരക് ടീയും സ്നാക്കും കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽതി. താങ്ക് യു.